വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് ദില്ലിയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ദില്ലിയിലെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അതിഷി അടക്കമുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ BJP ആസ്ഥാനത്തിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചാണ് അല്പം മുമ്പ് നടത്തിയത്. മന്ത്രിമാരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നു. AAP പ്രവർത്തകരെ വലിച്ചിഴച്ചുകൊണ്ട് വാഹനങ്ങളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പോലീസുകാരെ കൂടുതൽ പോലീസുകാരെ ദില്ലിയിലേക്ക് നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തേക്ക് മാധ്യമപ്രവർത്തകരെ പോലും കടത്തിവിടുന്നില്ല. വളരെ ക്രൂരമായാണ് ആം ആദ്മി പ്രവർത്തകരെ പോലീസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയെ തുടർന്ന് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് EDയും CBIയും എടുത്ത കേസിന്റെ പേരിൽ ഒരു തെളിവ് പോലും ഇല്ലാത്ത 100 കോടി കേസിന്റെ പേരിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനമെന്ന രീതിയിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ദില്ലിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. വലിയ തരത്തിലുള്ള പിന്തുണ ആം ആദ്മിക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത സാഹചര്യത്തിൽ വളരെ കൃത്യമായൊരു ഇടപെടൽ ഇന്ത്യ സഖ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കെജ്രിവാളിനെതിരെ വലിയ തരത്തിലുള്ള അറസ്റ്റുമായി മോദി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലേക്ക് ആം ആദ്മി സമീപിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 മണിക്ക് റോസ് അവന്യൂ കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കിയപ്പോൾ ആം ആദ്മി പ്രവർത്തകരുടെ പ്രതികരണം. വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ദില്ലി अरविंद केजरीवाल इस देश के सबसे ईमानदार नेता हैं। इस देश के सिस्टम को बदलने आए थे और हम सब मिलकर इस देश की राजनीति को बदलेंगे। മോദിയുടെ പകപോക്കലാണ് കെജ്രിവാളിനെതിരെ നടത്തുന്നതെന്നാണ് ഇപ്പോൾ പ്രവർത്തകരടക്കം പറയുകയും ചെയ്തത്. കെജ്രിവാൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി മോദി സർക്കാരിനെതിരെ ഉയർത്തുന്ന വെല്ലുവിളി അത് തന്നെയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക്. ഇപ്പോൾ ദില്ലി മന്ത്രി അതിഷിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ രാവിലെ അതിഷിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ BJP ആസ്ഥാനത്തിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച്, ആ മാർച്ചിനെ അതിക്രൂരമായാണ് പോലീസ് നേരിട്ടത്. മന്ത്രിമാരെ അടക്കം വലിച്ചിഴച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറ്റി ഇപ്പോൾ അതിഷി എന്ന് പറയുന്ന ദില്ലിയിലെ മന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. വലിയ തരത്തിൽ രാജ്യ തലസ്ഥാനത്ത് പ്രതിരോധമുയർത്തിയ BJP ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരെ, ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ പ്രതിഷേധമുയർത്തിയ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണി സഖ്യത്തെ ഇല്ലാതാക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമങ്ങൾ, അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ദില്ലിയിൽ രാജ്യ തലസ്ഥാനത്തും രാജ്യമെമ്പാടും ഉയർന്നു വരികയാണ്. ഇന്നലെ രാത്രി കേരളത്തിലടക്കം വിവിധ കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധ പരിപാടികളാണ് അരങ്ങേറിയത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാലും ജയിലിൽ ഇരുന്ന് ഭരണം നടത്തുമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പിന്തുണ ആം ആദ്മിക്ക് കെജ്രിവാളിന് രാജ്യമെമ്പാടും ലഭിക്കുകയും ചെയ്യുന്നു. കൃത്യമായ പകപോക്കൽ തന്നെയാണ്. ഒരു തെളിവുമില്ലാത്ത 100 കോടി രൂപ കൈപ്പറ്റിയെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ED അറസ്റ്റ് ചെയ്തിരിക്കുന്നു. CBI രജിസ്റ്റർ ചെയ്ത കേസ്. എല്ലാ ഇടങ്ങളിലും ഗവർണർമാരെ രാഷ്ട്രീയ ചട്ടുകമായി ഉപയോഗിക്കുന്ന മോദി സർക്കാരിന്റെ അതേ നിലപാടി ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ നൽകിയ ഒരു പരാതിയുടെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്തു. ഒപ്പം തന്നെ നേരത്തെ മനീഷ് സിസോദിയ അടക്കം ഉള്ള മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ പ്രതിപക്ഷ സഖ്യത്തിലുള്ളവരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും രാഷ്ട്രീയമായി പകവെക്കുകയും ചെയ്യുന്ന മോദി സർക്കാരിന്റെ നടപടിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജ്യത്ത് രൂപപ്പെടുകയാണ്. ഇപ്പോൾ ദില്ലിയിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ. മന്ത്രി അതിഷിയെ അറസ്റ്റ് ചെയ്ത് നീക്കി. വലിയ തരത്തിലുള്ള പോലീസിന്റെ സേനയെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ ദില്ലിയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. വലിയ തരത്തിൽ രാജ്യ തലസ്ഥാനം പ്രതിഷേധത്തിന്റെ ഒരു ഭൂമികയായി മാറുന്ന കാഴ്ചകളാണ് ഇപ്പോൾ. CBC ജോസഫ് ചേരുന്നു. സിബി, മന്ത്രി അതിഷിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? മറ്റാരൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്? മറ്റേതൊക്കെ മന്ത്രിമാരാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്? സിബി, വിവരം മനസ്സിലായി. മന്ത്രി അതിഷിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല മന്ത്രി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല മന്ത്രി ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് ഇവിടെ ഹൈറ്റൂരായിരുന്നു ഈ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ഇപ്പോൾ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിജു, ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തൊക്കെ തന്നെ എത്തും.
ദില്ലിയിൽ മന്ത്രി അതിഷിയെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ BJP ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയ ദില്ലി മന്ത്രി അതിഷിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രി അതിഷി ഉൾപ്പെടെ നിരവധി ആം ആദ്മി പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 1 മണിക്കൂർ ചോദ്യം ചെയ്യലിനൊടുവിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED വസതിയിലെത്തി അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ, റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ദില്ലി മന്ത്രി അതിഷിയെ പോലീസിന്റെ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിബി ഒരിക്കൽ കൂടി ചേരുന്നു. സിബി, എന്താണ് മന്ത്രി അതിഷി ഇപ്പോൾ പറഞ്ഞത്? പ്രതിഷേധം ശക്തമായി തന്നെ അവരെന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. വരാൻ നോക്കിയപ്പോൾ ഇവിടെ ITOയിൽ പ്രവർത്തകർ തടയുകയായിരുന്നു. പിന്നീട് ITOയിൽ പ്രതിഷേധം നടത്തുകയും AAP പ്രവർത്തകരെല്ലാം നിലയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നടപടിയാണ് ഇപ്പോൾ കാണുന്നത്. ഈ സിബി, മന്ത്രി അതിഷി അല്ലാതെ മറ്റേതെങ്കിലും മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടി കാണുന്നു. സൗരവ് ഭരദ്വാജും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം നിലയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു ITOയിൽ ആം ആദ്മി പാർട്ടി തീർത്തത്. അവിടെയാണ് ഇപ്പോൾ ഈ വലിയ ബസ്സുകളിൽ കൊണ്ടുവന്ന നേതാക്കന്മാരെല്ലാം നിലയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. എന്തായാലും പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന ഒരു നടപടി ഇപ്പോഴും BJP തുടരുകയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇവിടെ ITOയിലായിരുന്നു ഇവിടെ പ്രതിഷേധിച്ചത്. ഇവിടെ ഇപ്പോൾ പോലീസ് എത്തി ഈ പ്രതിഷേധക്കാരെല്ലാം നിലയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാവരും വലിയ രീതിയിൽ പോലീസ് ഇവിടെ സേന വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേതാക്കന്മാരെല്ലാം നിലയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. സിബി, ഇന്നലത്തെ അറസ്റ്റ് അപ്രതീക്ഷിതമായിരുന്നില്ല. നേരത്തെ കെ കവിതയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സൂചന മോദി സർക്കാർ കെജ്രിവാളിന് നൽകുകയും ചെയ്തു.